ഒരാൾ ഇഷ്ടമായിരുന്നു. അത് വീട്ടിലറിഞ്ഞു, അത് തടഞ്ഞു, നല്ല രീതിയിൽ ടോർച്ചർ ചെയ്തു, പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അവന് കള്ളക്കേസിൽ കൊടുത്തു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. അവനെ കൊല്ലാൻ വരെ നോക്കിയ തെളിവുകളുണ്ട്. സോ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവാണ്. ഇനി നോക്കണ്ട, എന്നെ അന്വേഷിക്കണ്ട, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ പോകണം. ഈ കുട്ടിയുടെ ഒരു കാര്യം അത് പോട്ടെ പൂജ, ഒരു തമാശയില്ലേ അമ്മ? ഇല്ലെങ്കിൽ എനിക്കിന്ന് കിടന്ന് ഉറക്കം വരില്ല. ആളൊരു കുസൃതിയാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ചെറുക്കനോട് ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. തീർന്നോ? എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ, ഇതൊന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാലോ, ആ ഒരു രീതിയിൽ രണ്ടുപേരും കുഴപ്പം വരാതെയുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മഹാവികൃതികളാ, വിളഞ്ഞ വിത്തുകളാ സകലതും. അതൊരു കാരണവശാലും പോസ്റ്റ് ചെയ്യില്ല. ഇതിൽ ആവശ്യം വന്ന 99.5% എന്നാണ് എന്നോട് പറഞ്ഞത്. കുഴപ്പമായി എന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാണിക്കണം. അതിനിപ്പോ ഞാനെന്ത് തെറ്റാ ചെയ്തേ? എനിക്ക് പറയേണ്ടി വന്ന ഒരു കാര്യമാണ്. ഇതുപോലൊരു ചതി എൻ്റെ അടുത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ മണ്ടനാണ് താമു, നിങ്ങൾ മണ്ടന്മാര്. എനിക്ക് പറ്റിപ്പോയി. എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ച ഞാൻ മടുത്തു. എന്നെയിപ്പോ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, മറ്റേ അത് തന്നെ ഒളിച്ചോടി പോയി. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു നോർത്ത് ഇന്ത്യൻ ഇപ്പൊ ലൈവ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അവളുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയിൽ, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സത്യാവസ്ഥതല്ല, അവൾ കാറ് എടുത്ത് വീഡിയോസ് ആണ് എങ്ങനെ കാണിച്ചിട്ടാണ് കുഴപ്പമില്ല, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് അവള് തന്നെയാണ് വീഡിയോ വൈറലാക്കാൻ. പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പെൺകുച്ചു കുറവാണ് നമ്മളാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് അത് ഭയങ്കര വൈറലാവുന്നു. ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. പുരുഷൻ കല്ലായി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യാനും പോകില്ല, അത് വേറെ കാര്യം. കരയാനാ കൊച്ചാണ്, പെൺകുച്ച് വീഡിയോ എടുത്താലേ ഷെയറിലേക്ക് കയറത്തുള്ളൂ. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ.